വെൽക്കം ടു ShynzYarnArt. എൻ്റെ പേര് ഷൈനി. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടി. ഇനിയും ഇതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ പേർക്കും താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ക്രൂഷ്യ ടൂൾസിനെ കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്രൂഷ്യ യാൺസിനെ കുറിച്ചാണ്. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് യാൺസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി യാണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോകാം. യാണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് അക്രലിക് യാണാണ്, സോഫ്റ്റ് ആയിട്ടുള്ള അക്രലിക് യാണാണ്. അക്രലിക് യാണിൽ റഫായിട്ടുള്ളതുകൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഇത് വന്ന് സോഫ്റ്റ് അക്രലിക് യാണാണ്. ബേബി ഗാർമെൻറ്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. ഈ യാൺ യൂസ് ചെയ്ത ബേബി ബീനി, ബ്ലാങ്കറ്റ്, ഷൂ അത് ഞാൻ കാണിക്കാം. ഉപയോഗിച്ച് ഞാൻ ഒരുപാട് ബേബി ഗാർമെൻറ്റ്സ് ഞാൻ ചെയ്യാറുണ്ട്. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളൊരു യാണാണ്. കാരണം അഫോർഡബിൾ പ്രൈസാണ്, സ്റ്റിച്ചിനൊക്കെ വളരെയധികം പെർഫെക്ഷനും കിട്ടും. ഓക്കെ, ഇത് മീഡിയം സൈസ് യാണാണ്. ഇതിന് യൂസ് ചെയ്യുന്ന ഹുക്ക് 5.5 mm ഹുക്ക് എന്ന് പറഞ്ഞാലും 4 to 5.5 mm സൈസ് വരെയുള്ള ഹുക്ക് യൂസ് ചെയ്യാൻ പറ്റും. യാണിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കുറേ നൂല് കൊണ്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ യാൺ എന്ന് പറയുന്നത്. യാണിൻ്റെ സൈസ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ചാൽ, യാണിനെ ഇങ്ങനെ നമ്മൾ പിരിച്ച് നോക്കണം. ഈ ട്വിസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്നതിന് ഇങ്ങനെ പിരിക്കണം. എത്ര സ്ട്രാൻഡ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. 1 2 3 4. അപ്പോൾ 4 സ്ട്രാൻഡ്സ് ഉപയോഗിച്ചാണ് ഈ യാൺ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എത്ര സ്ട്രാൻഡ്സാണ് നമ്മൾ കൗണ്ട് ചെയ്ത്? 4 സ്ട്രാൻഡ്സ്. അതുകൊണ്ടാണ് ഇത് 4 പ്ലൈ ആണെന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇതിനെ 4 പ്ലൈ ആണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ എത്ര സ്ട്രാൻഡ്സ് ആണ് ഉള്ളത് അത് വെച്ചാണ് യാണിൻ്റെ സൈസ് മെഷർ ചെയ്യുന്നത്. 4 പ്ലൈ ആണോ, 2 പ്ലൈ ആണോ, 3 പ്ലൈ ആണെങ്കിൽ 3 സ്ട്രാൻഡ്സ് കൊണ്ട് ട്വിസ്റ്റ് ചെയ്തിരിക്കും. 2 പ്ലൈ ആണെങ്കിൽ 2 സ്ട്രാൻഡ്സ് കൊണ്ട് ട്വിസ്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് യാണിൻ്റെ സൈസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള അക്രലിക് യാൺ. ഇത് അക്രലിക് യാണാണ്. പക്ഷേ ഇത് കുറച്ച് റഫായിട്ടുള്ള അക്രലിക് യാണാണ്. നമുക്കത് തൊടുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. കാരണം ഒരു റഫ് ഫീലുണ്ട്. ഈ യാൺ എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യാറ്. ഈ യാണിന് ഒരു റഫ് ഫീലിംഗ് ആണ്. അപ്പോൾ ബേബി ഗാർമെൻറ്റ്സിനൊന്നും നല്ലതല്ല, ആമിഗുരുമി ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ്. ഈ യാൺ ഉപയോഗിച്ച് ഞാൻ ടെഡി ബിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്, നോക്കിക്കോളൂ. ഇതും അക്രിലിക് യാണാണ്. ഇത് വന്ന് പല കളേഴ്സിൽ വരുന്നതാ. സോളിഡ് കളറല്ല, പല കളർ മിക്സ് ചെയ്ത് വരുന്ന യാണാണ്. അക്രിലിക് യാൺ സോളിഡ് കളറിൽ മാത്രമല്ല. അപ്പോൾ അക്രിലിക് യാൺ മാത്രമല്ല, എല്ലാ യാണും സോളിഡ് കളറിൽ മാത്രമല്ല, ഇതുപോലെ മിക്സഡ് കളറിലും അവൈലബിൾ ആണ്. ഇതും അക്രിലിക് യാണാണ്, സോഫ്റ്റ് ആയിട്ടുള്ള അക്രിലിക് യാണാണ്. ഇത് വന്ന് ഇങ്ങനെ ഹാങ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ബോളായിട്ട് കിട്ടുന്നതാണ്. ബോൾസിനും ഇതുപോലെ ഹാങ്സിനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ പ്രൈസിന് വ്യത്യാസം വരും. പ്രൈസ് ഇങ്ങനെ ബോളായി വരുന്നതിന് കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും. ഇങ്ങനെ ഹാങ്സ് ആയിട്ട് മേടിക്കുന്നതിന് അഫോർഡബിൾ പ്രൈസിന് തന്നെ കിട്ടും. സാധാരണ അക്രലിക് യാൺ അഫോർഡബിൾ പ്രൈസാണ്. പക്ഷേ ഇതുപോലെ ഹാങ് ആയിട്ട് മേടിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല അഫോർഡബിൾ പ്രൈസിൽ കിട്ടും. ഇങ്ങനെ ബോളാവുമ്പോൾ കുറച്ചുകൂടി കാശ് കൊടുക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ വ്യത്യാസം, അല്ലാതെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. ഗുരുമി ചെയ്യാനും ഇത് വളരെ നല്ലതാണ്. ഇതിൽ ഞാൻ ആമിഗുരുമി ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. ഞാൻ ഒരു ബണ്ണിയാണ് ചെയ്തത്. യാൺ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തത്. കോട്ടൺ യാൺ നോക്കാം. ഇത് കോട്ടൺ യാണാണ്. ഇത് പ്യുവർ കോട്ടൺ യാണാണ്. ഹോം ഡെക്കറേഷൻസ്, ബുക്ക് മാർക്ക്, ആമിഗുരുമി ഇത് കൊണ്ട് ഒരുപാട് പ്രോജക്ട്സ് നമുക്ക് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഒരു ബുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇത് വന്ന് 4 പ്ലൈ കോട്ടൺ യാണാണ്. 4 സ്ട്രാൻഡ്സ് ഉണ്ട്. ഇതിനും 4 സ്ട്രാൻഡ്സ് ഉണ്ട്. 1 2 3 4. അപ്പോൾ ഇത് വന്ന്
കണ്ടോ 4 strands ആണ്. അപ്പോൾ ഇത് 4 ply yarn. ഇത് വന്ന് ത്രെഡാണ്, കോട്ടൺ ത്രെഡാണ്. ഇത് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യും. ഇത് മാക്സിമം യൂസ് ചെയ്യുന്നത് ലേസ് പ്രോജക്റ്റ് ചെയ്യാനും ഇയറിങ്സ്, ബ്രേസ്ലെറ്റ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഇതും കോട്ടൺ യാണാണ്, 3 ply കോട്ടൺ യാണാണ്. നോക്കിക്കേ, ഈ സ്ട്രാൻഡ്സിലാണ് വരുന്നത്. 3 ply കോട്ടൺ യാണാണ്. അഡൽട്ട് ഗാർമെൻറ്റ്സ്, ബേബി ഗാർമെൻറ്റ്സ്, ഹോം ഡെക്കറേഷൻ, കുഷൻ കവേഴ്സ്, ടേബിൾ റണ്ണിങ്, അങ്ങനെ ഒരുപാട് പ്രോജക്ട്സ് നമുക്ക് കോട്ടൺ യാൺ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. കോട്ടൺ ത്രെഡ് യൂസ് ചെയ്ത് ചെയ്ത കുറച്ച് പ്രോജക്ട്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. ഇത് കോട്ടൺ റിബൺ യാണാണ്. ഇങ്ങനെ റിബൺ പോലെ ഇരിക്കും. ഇത് കോട്ടൺ യാണാണ്, റിബൺ പോലെ ഇങ്ങനെ ഇരിക്കും. ഇത് വന്ന് ടേബിൾ മാറ്റ്, ബാഗ്സ്, റഗ്സ്, ബാസ്ക്കറ്റ് ഇതൊക്കെ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. ഈ യാൺ മേടിച്ചിട്ട് ഞാൻ ഇതുവരെ ഒരു പ്രോജക്ട്സും ചെയ്തില്ല. ഞാൻ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇടാം കേട്ടോ. കോട്ടൺ യാണും ഇതുപോലെ ഹാങ് ആയിട്ട് വാങ്ങാൻ കിട്ടും. ഇത് 3 ply യാണാണ്. നോർമലി കോട്ടൺ യാൺ കുറച്ച് കോസ്റ്റ്ലി ആണ്. അക്രിലിക് യാണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോട്ടൺ യാൺ കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഹാങ്സി വാങ്ങുവാണെങ്കിൽ കുറച്ച് അഫോർഡബിളായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. പക്ഷേ ഇത് ഹാങ്ങിനെ മാറ്റി നമ്മൾ ബോളായിട്ട് ചുറ്റിയെടുത്ത് പ്രോജക്റ്റ് ചെയ്യണം എന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഊൾ യാണാണ്, 100% ഊളാണ്. ഇത് 4 ply യാണാണ്. വിൻ്റർ ടൈമിനുള്ള പ്രോജക്ട്സിന് വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആണ്. ബീനി, സ്വെറ്റർ, ഷോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഊൾ യാണാണ്. ഇത് ടീഷർട്ട് യാണാണ്, വളരെ തിക്കായിട്ടുള്ള യാണാണ്. ടീഷർട്ട് യാണ് കൊണ്ട് ബാഗ്സ്, റഗ്സ്, ബാസ്ക്കറ്റ് അങ്ങനെ ഒരുപാട് പ്രോജക്ട്സ് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല പെർഫെക്ഷനോടി തന്നെ നമുക്ക് പ്രോജക്റ്റ് ചെയ്ത് തീർക്കാൻ പറ്റും. പേഴ്സണലി എനിക്കിഷ്ടമായിട്ടുള്ളൊരു യാണാണ്. ടീഷർട്ട് യാൺ യൂസ് ചെയ്ത് ബാഗ് ഞാൻ ഡിസ്പ്ലേ ചെയ്യാം. ഇത് ആർട്ടിഫിഷ്യൽ യാണാണ്, പേഴ്സ് ത്രെഡ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ തിക്നെസ് 1 mm ആണ്. ഈ പേഴ്സ് ത്രെഡ് യൂസ് ചെയ്ത് ഒരുപാട് പ്രോജക്ട്സ് ചെയ്യാൻ പറ്റും. ഹാൻഡ് ബാഗ്സ്, പൗച്ചസ്, പേഴ്സസ് ഇങ്ങനെ ഒരുപാട് പ്രോജക്ട്സ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. പേഴ്സ് ത്രെഡ് യൂസ് ചെയ്ത് കുറച്ച് ബാഗ്സ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. കുറിച്ച് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. കുറിച്ച് പറയാൻ പോയാൽ ഇനിയും ഒരുപാട് യാൺസ് ഉണ്ട്. ഞാൻ ഈ 4 ply ആണെന്ന് കാണിച്ചല്ലോ. ആ 4 ply ആണെങ്കിൽ തന്നെ തിക്നെസ് കൂടിയത്, തിക്നെസ് കുറഞ്ഞത്, അങ്ങനെ ഒരുപാട് യാൺസ് ഇനിയും ഉണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്ര യാൺ മാത്രമാണ്. എൻ്റെ കയ്യിലുള്ള യാൺ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ സ്റ്റിച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ക്രൂഷേ യാൺസിനെ കുറിച്ച് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.